ജീവനിലേക്ക് കൈപിടിച്ച് നടത്തുവാൻ ശക്തിയുള്ള യേശുനാഥനിൽ വിശ്വസിക്കുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 21 മുതൽ 24 വരെയും 35 മുതൽ 43 വരെയും ഉള്ള വാക്യങ്ങൾ. യേശുനാഥൻ ജായിറോസിൻ്റെ മകളെ മരണത്തിൽ നിന്നും ജീവനിലേക്ക് കൈപിടിച്ച് നടത്തുന്നു. പോകും വഴി കർത്താവായ യേശുനാഥനെ സ്പർശിച്ചുകൊണ്ട് സൗഖ്യം സ്വന്തമാക്കുന്ന രക്തസ്രാവ സ്ത്രീയെയും നമുക്ക് സുവിശേഷത്തിൽ കാണുവാൻ സാധിക്കും. 3 തലങ്ങളിൽ ഈ വചനത്തെ നമുക്ക് ക്രമപ്പെടുത്താം. 1. രോഗത്തിൻ്റെയും മരണത്തിൻ്റെയും മേലുള്ള അധികാരം. കൊടുങ്കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിക്കൊണ്ട് യേശു തൻ്റെ ദൈവിക അധികാരവും പ്രകൃതിയുടെ മേലുള്ള ശക്തിയും പ്രകടമാക്കിയതെങ്ങനെയെന്ന് കഴിഞ്ഞ ഞായറാഴ്ച നാം കേട്ടു. മർക്കോസിൻ്റെ സുവിശേഷത്തിലെ അടുത്ത കഥ യേശുവിൻ്റെ ദൈവിക അധികാരത്തിൻ്റെ പ്രമേയം തുടരുകയും അവന് പിശാചുക്കളുടെ മേൽ അധികാരമുണ്ടെന്ന് കാണിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ സുവിശേഷം യേശുവിൻ്റെ ദൈവിക അധികാരത്തിൻ്റെ 2 പ്രകടനങ്ങൾ കൂടി ചേർക്കുന്നു. രോഗത്തിന്മേലും മരണത്തിന്മേലും അവന് അധികാരമുണ്ട്. 2 കഥകളും 12 എന്ന സംഖ്യയാൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. സ്ത്രീക്ക് 12 വർഷമായി രക്തസ്രാവം ഉണ്ടായിരുന്നു. മരിക്കുമ്പോൾ പെൺകുട്ടിക്ക് 12 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ 2 കഥകളിലും സ്ത്രീകളെ പെൺമക്കൾ എന്ന് വിളിക്കുന്നു. 2 കഥകളും യേശുവിലുള്ള വിശ്വാസം പ്രകടമാക്കുന്നു. അവളുടെ വിശ്വാസം അവളെ രക്ഷിച്ചുവെന്ന് യേശു സ്ത്രീയോട് പറയുന്നു. ഭയം മാറ്റി വിശ്വസിക്കാൻ യേശു ജൈറസിനെ ക്ഷണിക്കുന്നു. 2 കഥകളിലും സമ്മാനങ്ങൾ ഉദാരമായി നൽകിയിട്ടുണ്ട്. വിശ്വാസം, സമാധാനം, രോഗശാന്തി, രക്ഷ എന്നിവയുടെ സമ്മാനങ്ങൾ, ദാനങ്ങൾ സ്ത്രീക്ക് ലഭിക്കുന്നു. പെൺകുട്ടിക്ക് ജീവൻ വീണ്ടെടുക്കുവാനുള്ള അനുഗ്രഹം ലഭിക്കുന്നു. 4 കഥകളും ഒരുമിച്ച് വായിക്കുക. കടൽ ശാന്തമാക്കൽ, ഭൂതോച്ചാടനം, സ്ത്രീയെ സുഖപ്പെടുത്തൽ, പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരൽ. യേശുവിൻ്റെ ദൈവത്വത്തിൽ വിശ്വസിക്കാൻ നമ്മെ ക്ഷണിക്കുകയാണ് ഇവയൊക്കെയും. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കാൻ ആർക്കാണ് കഴിയുക? പിശാചുക്കളെ പുറത്താക്കാൻ ആർക്കാണ് കഴിയുക? ആർക്കാണ് സുഖപ്പെടുത്താൻ കഴിയുക? മരിച്ചവരിൽ നിന്ന് നമ്മെ ഉയർപ്പിക്കാൻ ആർക്കാണ് കഴിയുക? നമ്മുടെ ഭയത്തെ മറികടന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ സമാധാനം പകരാൻ ആർക്കാണ് കഴിയുക? ദൈവപുത്രനായ യേശുവിന് മാത്രം. 2. മരണാനന്തര ജീവിതം. മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള പഴയ നിയമത്തിലെ ഏറ്റവും വ്യക്തമായ ഉദ്ബോധനം ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. ഉൽപ്പത്തിയുടെ പ്രാരംഭ അധ്യായങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ പ്രതിഫലനമാണ് ഞങ്ങളുടെ ആദ്യ വായന. ദൈവം ജ്ഞാനം പഠിപ്പിക്കുന്നു. മരണം സൃഷ്ടിച്ചില്ല. ദൈവം സത്തയെ തന്നെ സൃഷ്ടിച്ചു. അത് നല്ലതാണെന്ന് പ്രഖ്യാപിച്ചു. ചില ജീവികൾക്ക് ദൈവം ജീവൻ നൽകി. ചില ജീവജാലങ്ങൾക്ക് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർക്ക് ദൈവം ബുദ്ധിയുടെയും ഇച്ഛയുടെയും ആത്മീയ ശക്തി നൽകി. ദൈവം നമ്മെ സൃഷ്ടിച്ചത് നശ്വരരായിട്ടാണ്. നീതിമാന്മാർ ദൈവത്തിൻ്റെ ഓഹരിയാണെന്നും അവർ നിത്യജീവൻ ആസ്വദിക്കുന്നുവെന്നും ജ്ഞാനം പ്രഖ്യാപിക്കുന്നു. പിശാചിൽ ചേർന്നിരിക്കുന്ന ദുഷ്ടന്മാർ നിത്യമരണം അനുഭവിക്കും. നമ്മുടെ മരണം ദൈവം സൃഷ്ടിച്ചതല്ലെങ്കിൽ അത് എവിടെ നിന്ന് വരുന്നു? പിശാചിൻ്റെ അസൂയയിലൂടെ. മരണം ലോകത്തിൽ പ്രവേശിച്ചുവെന്ന് ജ്ഞാനം പ്രതികരിക്കുന്നു. അസൂയ മറ്റുള്ളവരുടെ ഭാഗ്യത്തെക്കുറിച്ചുള്ള പാപകരമായ സങ്കടമാണ്. ദൈവത്തിൻ്റെ മഹത്വത്തിലും മനുഷ്യരാശിക്ക് നൽകിയ നല്ല ജീവിതത്തിലും പിശാച് അസൂയപ്പെട്ടു. ഇവിടെ ആദ്യമായി ബൈബിളിൽ ഉൽപ്പത്തിയിലെ സർപ്പത്തെ പിശാച് എന്ന് വ്യക്തമായും തിരിച്ചറിയുന്നു. ഗ്രീക്ക് വാക്യം ഡയബോളോസ് എന്നാണ്. നീതിമാനായ ജ്ഞാനാന്വേഷകരുടെ അനശ്വരമായ വിധി നേടുന്നതിനും ഭക്തി കെട്ടവരുടെ മരണ സാധ്യത ഒഴിവാക്കുന്നതിനുമുള്ള പോരാട്ടമായി രക്ഷാചരിത്രത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ വ്യാഖ്യാനത്തെ ഈ ഹ്രസ്വവാക്യം വെളിപ്പെടുത്തുന്നു. സോളമൻ്റെ ജ്ഞാനം 49. 3.
നാം സമ്പന്നരാകാൻ യേശു ദരിദ്രനായി. ജെറുസലേമിൽ ദുരിതമനുഭവിക്കുന്ന ക്രിസ്ത്യാനികളെ സഹായിക്കാൻ പണത്തിനു വേണ്ടിയുള്ള ഒരു ഹൃദയംഗമായ അഭ്യർത്ഥന കൊരിന്ത്യക്കാർക്ക് പൗലോസിൻ്റെ രണ്ടാമത്തെ ലേഖനത്തിൽ അടങ്ങിയിട്ടുണ്ട്. പല ഘടകങ്ങൾ ജെറുസലേം ദേവാലയത്തിൽ ദാരിദ്ര്യത്തിന് കാരണമായി. അവയിൽ വരൾച്ചയും ക്ഷാമവും റോമും ജൂത അധികാരികളും ചുമത്തിയ കനത്ത നികുതി, യഹൂദ മതപരിവർത്തകരുടെ നിരന്തരമായ കൂട്ടിച്ചേർക്കൽ, അവരിൽ ചിലർ സാമൂഹികമായും സാമ്പത്തികമായും ഒഴിവാക്കപ്പെടുകയും അതുവഴി ദരിദ്രരാക്കുകയും ചെയ്തിരിക്കാം. കാരണം അവർ സ്നാനപ്പെടാൻ ആഗ്രഹിച്ചു എന്ന് സ്റ്റെറ്റ്മാൻ തൻ്റെ പുസ്തകത്തിൽ എഴുതി വച്ചു. കൊറിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം 8-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ കൃപയുടെ പരമോന്നത ഉദാഹരണവും പൗലോസ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അവൻ സമ്പന്നനായിരുന്നെങ്കിലും ദൈവീക ജീവിതം ആസ്വദിക്കുന്ന ദൈവപുത്രനായ യേശുക്രിസ്തു നമ്മുടെ മാനുഷിക സ്വഭാവം സ്വീകരിക്കുന്നതിലും കുരിശിൽ നമുക്ക് വേണ്ടി തന്നെ സമർപ്പിക്കുന്നതിലും ദരിദ്രനായി തീർന്നു. തൻ്റെ ദാരിദ്ര്യത്താൽ സമ്പന്നനാകാനും കൃപയാൽ ദൈവിക സ്വഭാവത്തിലും നിത്യജീവനിലും പങ്കുചേരാനുമുള്ള സാധ്യത യേശു നമുക്ക് നേടിത്തന്നിരിക്കുന്നു എന്ന്. വിശ്വാസത്തിലും അറിവിലും മികവ് പുലർത്തിയതിന് പൗലോസ് കൊറിന്ത്യരെ പുകഴ്ത്തുകയും അവരോടുള്ള തൻ്റെ സ്നേഹത്തെക്കുറിച്ച് അവരെ ഓർമ്മപ്പെടുത്തുകയും കൃപയോടെ നൽകുന്നതിൽ അവർ മികവ് പുലർത്താൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അവർ ആനുപാതികമായി സംഭാവന നൽകണമെന്ന് പൗലോസ് ആഗ്രഹിക്കുന്നു. ജെറുസലേമിലെ ദരിദ്രർക്ക് അവർ കൊറിന്ത്യയിൽ തങ്ങളെ തന്നെ ദരിദ്രരാക്കുന്ന തരത്തിൽ സംഭാവന നൽകരുത്. പോൾ സമത്വത്തിൻ്റെ തത്വത്തിന് വേണ്ടി വാദിക്കുകയും മരുഭൂമിയിലെ മന്നയുടെ കഥ പരാമർശിക്കുകയും ചെയ്യുന്നു. ഓരോരുത്തരും എത്രയോ കുറച്ചോ ശേഖരിച്ചാലും എല്ലാവർക്കും ആവശ്യത്തിന് ദിവസേന മന്ന ഉണ്ടായിരുന്നു എന്ന്. എന്നാൽ ഇസ്രായേലിൽ ചിലർ തങ്ങളുടെ ദിവസവേതനത്തിൽ വിശ്വസിക്കുന്നതിന് പകരം ഈ ഭക്ഷണം പൂഴ്ത്തിവെക്കാൻ ശ്രമിച്ചു. എന്നിരുന്നാലും പൂഴ്ത്തിവെച്ചവർ അവരുടെ അധിക ഭക്ഷണം ചീഞ്ഞഴുകി പോകുന്നതായി കണ്ടെത്തിയെന്ന് പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 19 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിച്ചു കേൾക്കും. പുറപ്പാട് കഥ അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെ പിതാവായ ദൈവത്തിൽ ആശ്രയിക്കാനും ഉദാരമായി നൽകാനും ഭൗതിക വസ്തുക്കളുടെ നീതിയിലും തുല്യമായ വിതരണം നൽകാനും പൗലോസ് കൊരിന്ത്യരെയും നമ്മെയും പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, വചനം വഴി നടത്തുന്ന വഴിയിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.